എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈനിൽ നിന്ന് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ എല്ലാ മാസവും നല്ല രീതിയിൽ ഒരു ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വഴിയാണ് ഇ കൊമേഴ്സ് ബിസിനസ് എന്ന് പറയുന്നത്. സോ ഈ ഇ കൊമേഴ്സ് ബിസിനസ്സിലേക്ക് പലരും ഇറങ്ങാൻ മടിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ വരുന്ന ഡാമേജുകൾ അല്ലെങ്കിൽ റിട്ടേൺ വരുന്ന കേസുകൾ, പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ വരുന്നതും ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ മുൻ കണ്ടിട്ട് പല ആളുകളും ഈ ഒരു സെക്ഷനിലേക്ക്, ഈ ഫിസിക്കൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ്, ഇൻവെൻട്രി, ടാക്സ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് പലരും തന്നെ ഇ കൊമേഴ്സ് ബിസിനസ്സിൻ്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് പുറകിലേക്ക് നിൽക്കുന്ന അവസ്ഥ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ കൊമേഴ്സ് ബിസിനസ് ഇത് നമുക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റുകളല്ല ഞാൻ പറഞ്ഞിരുന്നത്, ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആകുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ഇപ്പോൾ ഈവൻ നമ്മുടെ ബയ്യർ അത് എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ആ ഫയൽ പോകുന്നു. നമ്മളിവിടെ ഡിജിറ്റലി സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ അത് അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് അതിൻ്റെ ഡൗൺലോഡ് ലിങ്കോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയലാണെന്നുണ്ടെങ്കിൽ ആ ഫയൽ അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഇൻവെൻട്രി, അതുപോലെ ഷിപ്പിംഗ്, അങ്ങനെ ഒരു കേസും വരുന്നില്ല. അതുപോലെ നമുക്ക് റീഫണ്ടിൻ്റെ കേസുകൾ, ഇപ്പോൾ ഡാമേജ് ആയിട്ട് റിട്ടേൺ വരുന്ന കേസുകളൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് സൈറ്റിൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് എറ്റ്സി ആണ്. എറ്റ്സിയുടെ വീഡിയോ ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എറ്റ്സി എന്ന് പറയുമ്പോൾ ടയർ 1 കൺട്രികളിൽ നിന്ന്, USA, കാനഡ പോലുള്ള ടയർ 1 കൺട്രികളിൽ നിന്ന് ഒരുപാട് ഓഡിയൻസ് ഉള്ള വെബ്സൈറ്റാണ് എറ്റ്സി എന്ന് പറയുന്നത്. ഒരുപാട് ബയേഴ്സ് ഉള്ള സൈറ്റാണ് എറ്റ്സി എന്ന് പറയുന്നത്. സോ ഈ എറ്റ്സിക്കകത്ത് നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്ന, അതായത് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്ത് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഫയലാണ് കേട്ടോ. ആ ഫയലാണ് നമ്മൾ ഇന്നിവിടെ എറ്റ്സിയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അത്തരം വർക്കുകൾ ചെയ്യുന്നതിലൂടെ നല്ല സെയിൽ നടക്കുന്നുണ്ടോ, അതുപോലെ ആളുകളൊക്കെ അത്യാവശ്യം എമൗണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ജോബ് എന്ന് പറയുന്നത് PDF കലണ്ടറിൻ്റെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കലണ്ടർ PDF എന്നുള്ള ജസ്റ്റ് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സോ ഇവിടെ കലണ്ടർ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക, കലണ്ടർ ഡിജിറ്റൽ, കലണ്ടർ പ്രിൻ്റബിൾ, SVG, ദെൻ ഡൗൺലോഡ്, ടെംപ്ലേറ്റ്, പ്ലാനർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടൻറ്റ് കലണ്ടർ റിലേറ്റ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ട്. സോ ഞാനിവിടെ PDF സെർച്ച് ചെയ്യണം. ഓക്കെ, കലണ്ടർ PDF ഇത് സെർച്ച് ചെയ്ത് വരുന്ന റിസൾട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരുപാട് ലിസ്റ്റിങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ സെയിലായിരിക്കുന്ന ഒരുപാട് ലിസ്റ്റിങ്ങുകൾ, 9K, അതുപോലെ 1.5K റിവ്യൂസ്. ഓക്കെ, റിവ്യൂസ് ആണ് കേട്ടോ, റിവ്യൂ കൗണ്ടാണ്. അതുപോലെ 9K റിവ്യൂ കൗണ്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, 8.5K റിവ്യൂ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം തന്നെ ഇതാണ് PDF ഫയലുകളാണ്. നിങ്ങൾക്ക് പല ആളുകൾക്കും ചിലപ്പോൾ ഈ PDF, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ, കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ PDF എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഫോട്ടോഷോപ്പ് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻവ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇല്ലുസ്ട്രേറ്റർ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇൻഡിസൈൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ PDF ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ അറിയുമെന്നുണ്ടെങ്കിലും, ഈവൻ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അറിയുമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പല ആളുകളും ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഡിജിറ്റൽ ബിസിനസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഈവൻ ഫോട്ടോഷോപ്പ് അറിയുന്ന ഒരാൾക്ക് പോലും അനായാസം നമുക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള PDFകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വെബ്സൈറ്റ് ത്രൂ സെല്ല് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാനേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. കലണ്ടർ എങ്ങനെയൊക്കെ സെയിൽ ആവുന്നുണ്ടോ, അതുപോലെ റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് അല്ലേ എന്നുള്ളത് കൂടി നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡിജിറ്റൽ ഡൗൺലോഡ് എന്നുള്ളത്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്കൊക്കെ ഡിജിറ്റൽ ഡൗൺലോഡ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ഈവൻ എറ്റ്സി എടുത്തിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നേരെ എറ്റ്സി എടുക്കാം. എറ്റ്സി എടുത്തതിന് ശേഷം അതിലുള്ള പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് അതിൽ ഡിജിറ്റൽ ഡൗൺലോഡ് എന്നുള്ള പ്രൊഡക്റ്റുകൾ ആ ഒരു കാറ്റഗറി മാക്സിമം നോക്കുക. കാരണം നമ്മൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല ചെയ്യുന്നത്, ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇവിടെ സെല്ല് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1302 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ സെയിലാവുന്നത്. ഓൾമോസ്റ്റ് 20+ ബാസ്ക്കറ്റ്, അതായത് 20 ആളുകൾ ഓൾറെഡി അവരുടെ കാർട്ടിലേക്ക് ഇത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ താഴെ വന്നു കഴിഞ്ഞാൽ റിവ്യൂ ഫോർ ദിസ് ഐറ്റം 1526 റിവ്യൂ ഈ ഒരു പ്രൊഡക്റ്റിന്, അതായത് ഈ ഒരു ഷോപ്പിനകത്തുനിന്ന് ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രം കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ഷോപ്പിൻ്റെ ഫുൾ റിവ്യൂ എന്ന് പറയുന്നത് 8523, 8500 വരുന്ന ഒരു റിവ്യൂ കൗണ്ട് ഈ ഒരു ഷോപ്പിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഡൗൺലോഡബിൾ
ഫയലുകളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ഒരു സ്റ്റോർ. അതിന് ഓൾമോസ്റ്റ് 8523 റിവ്യൂ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, റിവ്യൂ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർഡർ കൗണ്ട് അല്ല, റിവ്യൂ കൗണ്ടാണ് കാണുന്നത്. നെക്സ്റ്റ് അടുത്തൊരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇത് 198 രൂപയ്ക്ക്, ഓക്കെ, ഇന്ത്യൻ റുപ്പി 198 രൂപയ്ക്കാണ് ഇത് സെല്ലാവുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ 20+ ബാസ്ക്കറ്റ്. ഈ 20+ ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും ഓർഡർ കിട്ടും അല്ലേ. കാരണം ഈ ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് ഇങ്ങനെ ഈ 20+ ബാസ്ക്കറ്റ്. അതായത് ഈ സമയത്തും ഇത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത്. കാരണം ഇത് ഓരോ മാസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഫയലുകളായിട്ട് ആളുകൾ ഡൗൺലോഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ജൂൺ റൺ ആവുന്നു, അപ്പോൾ ജൂലൈയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാനർ, ഡിജിറ്റൽ പ്ലാനർ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. സോ ഇതും തന്നെ ഡിജിറ്റൽ ഡൗൺലോഡാണ്, നമുക്ക് കാണാൻ പറ്റും, ഡിജിറ്റൽ ഡൗൺലോഡാണ്. സോ ഇതിൻ്റെ റിവ്യൂ കൗണ്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന് ഓൾമോസ്റ്റ് 4380 റിവ്യൂ കിട്ടിയിട്ടുണ്ട്. ഈ റിവ്യൂ ഇൻറ്റു ഈ പ്രൈസൊക്കെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കാം കേട്ടോ. നമുക്ക് 1-2 നോക്കാം. ജസ്റ്റ് നമുക്കിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് 198 രൂപയുടെ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് 4380 റിവ്യൂ കിട്ടിയിട്ടുണ്ട്. റിവ്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, അതിനേക്കാൾ കൂടുതലുണ്ടായിരിക്കും ഓർഡർ കൗണ്ട്. ഇനി ഈ ഒരു ഷോപ്പിൻ്റെ ടോട്ടൽ റിവ്യൂ കൗണ്ട് എന്ന് പറയുന്നത് 9021 കേട്ടോ. 9000 ആണ് ഇതിൻ്റെ ടോട്ടൽ റിവ്യൂ വരുന്നത്. ടോട്ടൽ റിവ്യൂ കൗണ്ട് ഈ ഒരു ഷോപ്പിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ വേറെയും പ്രൊഡക്റ്റുകൾ ഷോപ്പിനകത്ത് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 302 രൂപയ്ക്ക് സെല്ലാവുന്ന അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു കലണ്ടർ PDF കണ്ടല്ലോ, കലണ്ടർ വിത്ത് ഹോളിഡേ PDF. ഇതൊക്കെ PDF ഫയലുകളാണ് കേട്ടോ, PDF ഫയലുകളാണ്, പ്രിൻ്റബിൾ PDF ഫയലുകളാണിത്. സോ 302 രൂപയ്ക്ക് അത് സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 133 റിവ്യൂ ഈ പ്രോഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 9411 റിവ്യൂ ടോട്ടലായിട്ട് ഈ ഒരു സ്റ്റോറിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ഈ സ്റ്റോറിനായിട്ട് അത്രയധികം റിവ്യൂ ലഭിച്ചിട്ടുണ്ട്. സോ നമുക്ക് മറ്റ് ഒരു സ്റ്റോർ ചെക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റോറിനകത്ത് ആകെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ 77 പ്രൊഡക്റ്റുകളാണ് കേട്ടോ. 77 പ്രിൻ്റബിൾ ഫയലുകളാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ഓവർ 20 people ഹാവ് ദിസ് ഇൻ ദെയർ ബാസ്ക്കറ്റ്, 7 people ഹാവ് ദിസ്, ദെൻ 3 people. ഇത് ഞാനിങ്ങനെ കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഡിമാൻഡുള്ള കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാറ്റഗറി തന്നെയാണിത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും 20 people have this in basket, അതുപോലെ 6 people have this in basket. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റോറിൻ്റെ ടോട്ടൽ സെയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 lakhൻ്റെ അടുത്ത് 96,000 മുകളിൽ സെയിൽ ഇതിന് നടന്നിട്ടുണ്ട്. ഓക്കെ, 96, ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഓക്കെ സെയിലുകൾ ഈ ഒരു പ്രിൻ്റബിൾ PDF ഫയലുകൾ വെച്ചിട്ട് തന്നെ ഇവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും ഇവരുടെ ഒരു എമൗണ്ട് വരുന്നത് അല്ലേ? എത്രയധികം ഒരു ഹ്യൂജ് എമൗണ്ട് ഇവർക്ക് ഈ ഒരു സെയിലിൽ നിന്ന്, എത്ര അധികം സെയിലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ PDF ഫയലുകളാണെന്നുള്ളതാണ് തന്നെ എനിക്ക് തോന്നുന്നു. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പലർക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള PDF ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ലിസ്റ്റ് ചെയ്യാനോ മാർക്കറ്റ് ചെയ്യാനോ ആയിരിക്കും നമുക്കവിടെ അറിയാതെ വരുന്നത്. സോ നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ PDF ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൂടി നോക്കാം. കാരണം മറ്റുള്ളവരുടെ എമൗണ്ട് മാത്രം നമ്മളിങ്ങനെ നോക്കി നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലുള്ളൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ജസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരൊറ്റ ലിസ്റ്റിങ്ങിൽ നിന്ന് ഈ ഒരു സെല്ലർക്ക്, ഈ ഒരു ഷോപ്പിൻ്റെ ഓണർക്ക് ലഭിച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് 198 രൂപയ്ക്ക് അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 4380 റിവ്യൂ ഈ സമയം കൊണ്ട് ഈ പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ഷോപ്പിൻ്റെ റിവ്യൂ ആണ് ഇത് ഈ റിവ്യൂ കൗണ്ട് അല്ല കേട്ടോ, ഷോപ്പിൻ്റെ സെയിൽ കൗണ്ട് എന്നാണ്. സെയിൽ കൗണ്ട് നമുക്കിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഷോപ്പിൻ്റെ മുകളിൽ ഫസ്റ്റ് തന്നെ ഇവിടെ കാണാൻ പറ്റും 62,897 സെയിൽ ടോട്ടൽ നടന്നതിൽ ആകെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് 9,000 റിവ്യൂ അല്ലേ. 9,000 റിവ്യൂ ആണ് അവർക്ക് ഇതിന് ഈ ഒരു ഷോപ്പിന് ടോട്ടലായിട്ട് ലഭിച്ചിരിക്കുന്ന റിവ്യൂ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം സെയിൽ നടക്കുന്ന സമയത്ത് റിവ്യൂ നമുക്ക് വരത്തുള്ളൂ. നമ്മൾ ഫൈവറിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ടല്ലോ അല്ലേ, ഫൈവറിൽ നമ്മൾ ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാറ്. കാരണം റിവ്യൂ കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും അതിൻ്റെ ഓർഡർ കൗണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചില ആളുകളുടെ എമൗണ്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ലഭിച്ചിട്ടുള്ള റിവ്യൂ വെച്ചിട്ടാണ് നമ്മൾ മീൻസ് ആ കൗണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, എത്ര റിവ്യൂ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റിവ്യൂ കൗണ്ട് വെച്ചിട്ടാണ്. ഇതായിരിക്കില്ല ഇതിൻ്റെ ഓർഡർ കൗണ്ട്. ഇതിൻ്റെ ഓർഡർ കൗണ്ട് ഇതിനേക്കാൾ ഉണ്ടാവും, ചിലപ്പോൾ ഇരട്ടിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഓർഡർ കൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കാം, ജസ്റ്റ് ഒരു ഇൻസ്പിറേഷന് വേണ്ടി മാത്രം. 4380 ഇൻറ്റു 198. ഓക്കെ, 4380 ഇൻറ്റു 198. ഓക്കെ, ഓൾമോസ്റ്റ് 8 ലക്ഷം രൂപ ഇവർ ഈ ഒരു ലിസ്റ്റിങ്ങിൽ നിന്ന് അല്ല ഈ ഒരു ലിസ്റ്റിങ്ങിൽ നിന്ന് ഒരു കാരണവശാലും 8 ലക്ഷം ആയിരിക്കില്ല. കാരണം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് റിവ്യൂ കൗണ്ട് വെച്ചിട്ടാണല്ലോ. അപ്പോൾ ടോട്ടൽ സെയിൽ കൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിരിക്കും. സോ ഈ 8 lakh rupees 8.5 ലക്ഷം രൂപയുടെ 8.5 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു എമൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്തത് സിമ്പിൾ PDF ഫയലുകൾ സെല്ല് ചെയ്യാൻ വെച്ചിട്ടാണ്.
ഓക്കെ, ഇത് നമ്മളൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന് വന്നിട്ടുള്ള എമൗണ്ട് കൂടി നമ്മളവിടെ കാണേണ്ടിയിരിക്കും അല്ലേ. ഉദാഹരണത്തിന് ഒരു 15 രൂപയ്ക്ക് നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു ടോയ് ആണെന്ന് കരുതുക. ചെറിയൊരു ടോയ് ഞാൻ 15 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നു. ഈ 15 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്ന ടോയ് എനിക്ക് കിട്ടിയത് ചിലപ്പോൾ 10 രൂപയ്ക്കായിരിക്കും അല്ലേ, അല്ലെങ്കിൽ 12 രൂപയ്ക്കായിരിക്കും എനിക്ക് കിട്ടിയത്. എന്നിട്ടൊരു 3 രൂപ 5 രൂപയായിരിക്കും എൻ്റെ ലാഭം എന്ന് പറയുന്നത്. പക്ഷേ ഈ കണ്ടൻറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് PDF ഫയലാണ്. ഇത് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. പിന്നീട് നമ്മൾ അടുത്തൊരാൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് അവിടെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ തവണ നമ്മളവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണ്ട ആളുകൾ വന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അവരുടെ മെയിലിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നല്ലൊരു ഹ്യൂജ് റവന്യൂ ഒരു വൺ ടൈം വർക്ക് നമ്മൾ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, വൺ ടൈം വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം നമുക്കിത് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് ഇത് ലിസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 1 or 2 days നിങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിലൊരു ഇൻകം സ്ട്രീമായിട്ട് മാറുകയും ചെയ്യും. എല്ലാ മാസവും നല്ലൊരു റവന്യൂ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് വരികയും ചെയ്യും. ഇവിടെ നിന്ന് കാണാമല്ലോ ഇൻസ്റ്റൻറ്റ് ഡൗൺലോഡ്. ഇതൊന്നും നമ്മൾ ഷിപ്പിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതല്ല, ഡൗൺലോഡിലായിട്ട്. ഒരാൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു എമൗണ്ട് ഇപ്പോൾ നമ്മൾ 198 രൂപ കൊടുത്തിട്ട് ഇവിടുന്ന് ആർട്ട് ബാസ്ക്കറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID യിലേക്ക് എന്ത് ചെയ്യും, ഈ ഫയൽ വരും. നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. അത് എന്നിട്ട് പല ആളുകൾ ഇത് പ്രിൻ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ വെക്കുന്നതും അതുപോലെ ഓഫീസിൽ വെക്കുന്നതായിട്ടുള്ള പ്രിൻറ്റബിൾസൊക്കെ ഒരുപാട് ഇവിടെ സെല്ലാവുന്നുണ്ട്, നമ്മുടെ എക്സിക്കകത്ത് സെല്ലാവുന്നുണ്ട്. സോ അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു എമൗണ്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഇൻസ്പിറേഷൻ വേണ്ടി മാത്രം കാണിച്ചാണ്. പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും ഓൾമോസ്റ്റ് ഇവരൊക്കെ ഏൺ ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു 1 lakhൻ്റെ അടുത്ത് സെയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോർ അല്ലേ, ഒരു 96,000 മുകളിൽ സെയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോർ. അപ്പോൾ ഇവരുടെയൊക്കെ ടോട്ടൽ എമൗണ്ട് എത്ര ലഭിച്ചിട്ടുണ്ടായിരിക്കും? ഇവർ ആകെ 77 ലിസ്റ്റിംഗ് ആണ് ഇവരുടെ ഈ ഒരു സ്റ്റോറിനകത്തുള്ളത്. Etsyയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതിന് ചെറിയൊരു ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് 77 പ്രൊഡക്റ്റൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഫീ മാത്രമായിരിക്കും അവർക്ക് വരുന്നുണ്ടായിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നോക്കുന്ന സമയത്ത് അത് ലക്ഷങ്ങളോ കോടികളോ ആവാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇനിയും അധികം വൈകാതെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. എങ്ങനെ നമുക്ക് ഈ PDF ഫയലുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഇനി നോക്കാം. നമുക്ക് സെല്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള PDF ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെപ്ത് ക്ലാസ് തന്നെ തരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നൊരു ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു സെഷൻ പാർട്ട് 2 ആഡ് ചെയ്യുകയാണ്. പാർട്ട് 2 ഇതിൻ്റെ ഫൈനൽ സെഷൻ ആയിരിക്കും. സോ അവിടെ നമുക്ക് എങ്ങനെ ഈ PDFകൾ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഈവൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കേട്ടോ. ഓക്കെ, ഈവൻ നമുക്ക് മൊബൈൽ ഫോൺ, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളൂ, സ്മാർട്ട് ഫോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. Etsyയുടെ സെല്ലർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ഫോണിനകത്ത് തന്നെ ഈ ഒരു ബിസിനസ് ചെയ്തെടുക്കാൻ പറ്റും. സോ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ 7 week സിസ്റ്റം എന്ന് പറയുന്ന ഓൺലൈൻ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള 7 ആഴ്ചയിൽ ഒരു ചലഞ്ച് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എൻറോൾ ആവാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ബിക്കോസ് അത് 7 വീക്കിൽ നമ്മൾ പഠിക്കുന്നത് ഓൺലൈൻ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സെഷനാണ്. അവിടെ നമുക്ക് ഈ ഒരു സെഷൻ വരുന്നുണ്ട്, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു വീക്കും നമുക്കവിടെ വരുന്നുണ്ട്. ഡേ ബൈ ഡേ പ്രാക്ടിക്കൽ വർക്കുകൾ ചെയ്യുന്നതിലൂടെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ബിസിനസ്സും അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 7 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആ ഒരു ക്ലാസ്സിലേക്ക് എൻറോൾ ആവാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജെന്യുവൻ ആയിട്ടുള്ള ഓൺലൈൻ മണി മേക്കിംഗ് വീഡിയോകൾ വീക്കിലി നമ്മൾ ഈ ചാനലിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.